പ്രിയ വിദ്യാർത്ഥികളെ, ആൻഡ് ദെൻ ഗാന്ധി കേം എന്ന ചാപ്റ്ററിൻ്റെ അവസാന ഭാഗത്തേക്ക് നമുക്ക് കടക്കാം. ഗാന്ധിജിയുടെ കൃത്യസമയത്തുള്ള ഇന്ത്യയിലേക്കുള്ള വരവിനെക്കുറിച്ചും അദ്ദേഹം ജനങ്ങളിൽ ചെലുത്തിയ സ്വാധീനത്തെക്കുറിച്ചും സത്യം എന്ന വസ്തുതയിൽ അദ്ദേഹത്തിനുള്ള ദൃഢവിശ്വാസത്തെക്കുറിച്ചും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. ഓക്കെ, ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് പാർട്ട്. സത്യം എന്നതിന് ഒരു നിർവചനം കൊടുക്കാൻ ശ്രമിക്കുകയായിരുന്നു ജവഹർലാൽ നെഹ്റു. ഓരോരുത്തരുടെയും സത്യമെന്ന സങ്കല്പത്തെ അല്ലെങ്കിൽ യാഥാർത്ഥ്യത്തെ എന്തൊക്കെയായിരിക്കും സ്വാധീനിച്ചിട്ടുണ്ടാവുക എന്ന് നമ്മൾ കണ്ടതാണ്. ഇൻ ദ ലാസ്റ്റ് ക്ലാസ് വി ഫൗണ്ട് ദാറ്റ് ട്രൂത്ത്സ് ആർ റിലേറ്റീവ്. അല്ലേ, സത്യങ്ങൾ എന്ന് പറയുന്നത് ആപേക്ഷികമാണ്. ഓരോരുത്തരെ സംബന്ധിച്ചിടത്തോളം സത്യത്തിൻ്റെ ആ ഒരു നിർവചനം മാറിക്കൊണ്ടേയിരിക്കും. ഒരാളുടെ സത്യം മറ്റൊരാൾക്ക് സത്യമായിക്കൊള്ളണമെന്നില്ല. അല്ലേ, അയാളുടെ ബാക്ക്ഗ്രൗണ്ട്, ട്രെയിനിങ്, അവൻ്റെ ഇമ്പൾസസ്, അതായത് ആഗ്രഹങ്ങൾ എല്ലാം അവൻ്റെ സത്യത്തെ ബാധിക്കും. അങ്ങനെ തന്നെയായിരുന്നു ഗാന്ധിയുടെയും എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ട്രൂത്ത് ഈസ് അറ്റ്ലീസ്റ്റ് ഫോർ ആൻ ഇൻഡിവിജ്വൽ വാട്ട് ഹി ഹിംസെൽഫ് ഫീൽസ്. ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ട്രൂത്ത് എന്ന് പറയുന്നത് വാട്ട് ഹി ഹിംസെൽഫ് ഫീൽസ് ആൻഡ് നോസ് ടു ബി ട്രൂ. അവന് സത്യമാണെന്ന് ഫീൽ ചെയ്യുന്ന, അല്ലേ, അവൻ്റെ ഉള്ളിൽ അങ്ങനെ തോന്നുന്ന, അതുപോലെ തന്നെ അവന് സത്യമെന്ന് അറിയുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവനവൻ്റെ അറിവാണല്ലോ സത്യമെന്ന് പറയുന്നത്. അതുകൊണ്ട് അവനെ അറിയുന്നതും അതുപോലെ തന്നെ അവനുള്ളിൽ ഫീൽ ചെയ്യുന്നതുമായിട്ടുള്ളത് എന്താണോ, സത്യമായിട്ട് ഫീൽ ചെയ്യുന്നതുമായിട്ടുള്ളത് എന്താണോ, അതാണ് സത്യം. അക്കോർഡിംഗ് ടു ദിസ് ഡെഫിനിഷൻ, I do not know of any person who holds to the truth as Gandhi does. According to this definition, ഈ ഒരു ഡെഫിനിഷൻ കണക്കിലെടുത്താൽ, I do not know of any person who holds to the truth. എനിക്ക് മറ്റൊരു വ്യക്തിയെയും അറിയില്ല. ഏത് വ്യക്തി? ഹു ഹോൾഡ്സ് ടു ദ ട്രൂത്ത്. സത്യത്തെ മുറുകെ പിടിക്കുന്ന ഒരു വ്യക്തിയെയും എനിക്കറിയില്ല. ആരെപ്പോലെ? ആസ് ഗാന്ധി ഡസ്. ദാറ്റ് ഈസ് ആസ് ഗാന്ധി ഹോൾഡ്സ് ടു ദ ട്രൂത്ത്. ഗാന്ധിയെപ്പോലെ സത്യം മുറുകെ പിടിച്ച മറ്റൊരു വ്യക്തിയെയും എനിക്കറിയില്ല. ദാറ്റ് ഈസ് എ ഡേഞ്ചറസ് ക്വാളിറ്റി ഇൻ എ പൊളിറ്റീഷ്യൻ. നെഹ്റു പറയുകയാണ്, ദാറ്റ് ഈസ്, ദാറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ട്രൂത്താണ്. ട്രൂത്ത് ഈസ് എ ഡേഞ്ചറസ് ക്വാളിറ്റി. പറയുന്നത് സത്യസന്ധത എന്ന് പറയുന്നത് വളരെ അപകടകരമായിട്ടുള്ള ഒരു ക്വാളിറ്റിയാണ്. ആരെ സംബന്ധിച്ചിടത്തോളം? ഒരു രാഷ്ട്രീയക്കാരനെ, പൊളിറ്റീഷ്യനെ സംബന്ധിച്ചിടത്തോളം. കാരണം എന്താണെന്ന് വെച്ചാൽ, ഫോർ ഹി സ്പീക്സ് ഔട്ട് ഹിസ് മൈൻഡ്. സത്യസന്ധനായിട്ടുള്ള ഒരു മനുഷ്യൻ, അതായത് നിഷ്കു, എന്ത് ചെയ്യും? അവൻ്റെ മനസ്സിലുള്ളതെല്ലാം, സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളെല്ലാം സ്പീക്ക് ഔട്ട് ചെയ്യും, അല്ലേ, വിളിച്ചു പറയും. ആൻഡ് ഈവൻ ലെറ്റ്സ് ദ പബ്ലിക് സീ ഇറ്റ്സ് ചേഞ്ചിങ് ഫേസസ്. മാത്രമല്ല, ആ പൊളിറ്റീഷ്യൻ ആദ്യം പറഞ്ഞ കാര്യങ്ങൾ, അതായത് അയാളുടെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ ആദ്യം പറയുന്നുണ്ട്. ആ പറഞ്ഞ കാര്യങ്ങളിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് പിന്നീട് സംഭവിക്കുന്നത് എന്നും പബ്ലിക് കാണുന്നതാണ്, അല്ലേ, ജനങ്ങൾ കാണുന്നത്. അതായത് ദ പൊളിറ്റീഷ്യൻസ് വിൽ സ്പീക്ക് സംതിങ് ആൻഡ് ദേ വിൽ ആക്ട് എനിത്തിങ് എൽസ്. വേർഡ്സ് വിൽ നോട്ട് ബി ദ സെയിം ആസ് ദെയർ ആക്ട്സ്. അവരുടെ വാക്കുകൾക്കനുസരിച്ചായിരിക്കില്ല പിന്നീടുള്ള പ്രവൃത്തി. സത്യം എന്ന് പറയുന്നത് ശരിക്കും പൊളിറ്റീഷ്യനെ സംബന്ധിച്ചിടത്തോളം എന്താണ്? ഡേഞ്ചറസ് ആയിട്ടുള്ള ക്വാളിറ്റിയാണ്. അതായത് ജനങ്ങൾ ഈ പൊളിറ്റീഷ്യൻസിൻ്റെ മാറുന്ന സ്വഭാവത്തെ, അവർ പറയുന്ന വാക്കുകളുടെ പിന്നീടുള്ള മാറ്റങ്ങളെ കണ്ട് മനസ്സിലാക്കുന്നവരാണ്, അല്ലേ. അവരുടെ വാക്കുമാറ്റം എങ്ങനെയാണെന്ന് പബ്ലിക്സിന് നന്നായിട്ട് അറിയാം. ഗാന്ധി ഇൻഫ്ലുവൻസ്ഡ് മില്യൺസ് ഓഫ് പീപ്പിൾ ഇൻ ഇന്ത്യ. ദശലക്ഷക്കണക്കിന് ആളുകളെ ഗാന്ധിജി സ്വാധീനിച്ചിട്ടുണ്ട്. എങ്ങനെ? ഇൻ വേരിയിങ് ഡിഗ്രീസ്. ദാറ്റ് ഈസ് പല നിലയിൽ, അല്ലേ, പല നിലയിലായിട്ട്, അല്ലെങ്കിൽ ഡിഗ്രീസ് എന്ന് ഉദ്ദേശിക്കുന്നത് വേരിയസ് എമൗണ്ട്സ് അല്ലെങ്കിൽ വേരിയസ് വേയ്സ്, പല വിധത്തിൽ, പല വഴിയിൽ എന്നൊക്കെ അർത്ഥമുണ്ട് ഡിഗ്രിക്ക്, അല്ലേ. എമൗണ്ട് അല്ലെങ്കിൽ വേയ്സ് എന്നൊക്കെ പറയാം. അപ്പോൾ ദശലക്ഷക്കണക്കിന് വരുന്ന ഇന്ത്യയിലെ ആളുകളെ ഗാന്ധിജി പല രീതിയിലും സ്വാധീനിച്ചിട്ടുണ്ട്, പല അളവിലും സ്വാധീനിച്ചിട്ടുണ്ട്. സം ചേഞ്ച് ദ ഹോൾ ടെക്സ്ചർ ഓഫ് ദെയർ ലൈഫ്സ്. ദാറ്റ് ഈസ് സം പീപ്പിൾ, ചില ആളുകൾ അവർ മാറിയിട്ടുണ്ട്. ദ ഹോൾ ടെക്സ്ചർ, ദ എസെൻഷ്യൽ ക്വാളിറ്റീസ് ഓഫ് സം പീപ്പിൾ ഹാവ് ടോട്ടലി ചേഞ്ച്ഡ്. അവരുടെ ബേസിക് ആയിട്ടുള്ള സ്വഭാവം തന്നെ ഗാന്ധിജിയുടെ ഇൻഫ്ലുവൻസിനാൽ മാറിയിട്ടുണ്ട്. ടെക്സ്ചർ എന്നുള്ളതിന് കോമ്പോസിഷൻ എന്നുള്ള അർത്ഥം കൂടിയുണ്ട്, അല്ലേ. രൂപഭാവങ്ങൾ അല്ലെങ്കിൽ ഗുണം എന്നൊക്കെ പറയാം. ദ എസെൻഷ്യൽ ക്വാളിറ്റി എന്നാണ് ഇവിടെ അർത്ഥം. അതേഴ്സ് വെർ ഓൺലി പാർഷ്യലി അഫക്റ്റഡ്. മറ്റു ചിലർക്കാണെങ്കിലോ പകുതി മാത്രമേ
ബാധിച്ചിട്ടുള്ളൂ, ഗാന്ധിജിയുടെ വാക്കുകൾ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളൂ. ഓർ ദ ഇഫക്റ്റ് വോർ ഓഫ്. ചിലരിൽ ആണെങ്കിലോ ദ ഇഫക്റ്റ് ഓഫ് ഗാന്ധിജി വോർ ഓഫ്. വോർ ഓഫ് എന്നുള്ളത് വെയർ ഓഫ് എന്നുള്ളതിൻ്റെ പാസ്റ്റ് ടെൻസാണ്. ഒരു ഫ്രേസൽ വെർബാണ് വെയർ ഓഫ്. വെയർ ഓഫ് മീൻസ് ഡിസപ്പിയർ. സോ ചിലരെ ഭാഗികമായിട്ട് സ്വാധീനിച്ചു, ചിലരെ തീരെ സ്വാധീനിച്ചില്ല, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സ്വാധീനം ഡിസപ്പിയേർഡായി, സ്വാധീനമില്ലാതായി എന്നാണ് പറയുന്നത്. ആൻഡ് യെറ്റ് നോട്ട് ക്വൈറ്റ്. QUITE. ക്വൈറ്റ് മീൻസ് കംപ്ലീറ്റ്ലി. പക്ഷേ അദ്ദേഹത്തിൻ്റെ സ്വാധീനം കംപ്ലീറ്റ് ആയിട്ട് ഇല്ലാതായിട്ടൊന്നുമില്ല. ഫോർ സം പാർട്ട് ഓഫ് ഇറ്റ് കുഡ് നോട്ട് ബി ഹോളി ഷേക്കൺ ഓഫ്. കാരണം എന്താണെന്ന് വെച്ചാൽ ബിക്കോസ് എന്നാണ് ഇവിടെ അർത്ഥം. കൺജങ്ഷനാണ്. സം പാർട്ട് ഓഫ് ഇറ്റ്, അദ്ദേഹത്തിൻ്റെ ടീച്ചിങ്സിലെ ചില ഭാഗങ്ങൾ കുഡ് നോട്ട് ബി ഹോളി ഷേക്കൺ ഓഫ്, അതിനെ കംപ്ലീറ്റ് ആയിട്ട് ഹോളി ആയിട്ട് തള്ളിക്കളയാൻ സാധിക്കുന്നതല്ല. ഡിഫറെൻറ്റ് പീപ്പിൾ റിയാക്റ്റഡ് ഡിഫറെൻ്റ്ലി ആൻഡ് ഈച്ച് വിൽ ഗീവ് ഹിസ് ഓൺ ആൻസർ ടു ദിസ് ക്വസ്റ്റ്യൻ. വ്യത്യസ്തരായിട്ടുള്ള ആളുകൾ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ്, അല്ലെങ്കിൽ ഓരോരുത്തരും അവനവൻ്റേതായിട്ടുള്ള രീതിയിലാണ് ഈ ഒരു നിലപാടിന്, ഗാന്ധിജിയുടെ നിലപാടിനോട് റിയാക്ട് ചെയ്തത്. ഹിസ് കോൾ ഓഫ് ആക്ഷൻ വാസ് ടു ഫോൾഡ്. കോൾ ഓഫ് ആക്ഷൻ, കോൾ ടു ആക്ഷൻ എന്ന് പറഞ്ഞാൽ ആഹ്വാനം എന്നൊക്കെയാണ് അർത്ഥം, അല്ലേ? ഒരു കാര്യം ആഹ്വാനം ചെയ്യുക. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കോൾ ഓഫ് ആക്ഷൻ രണ്ട് തരത്തിലായിരുന്നു, ടു ഫോൾഡ്, ടു കൈൻഡ്സ്. There was of course the action involved in challenging and resisting foreign rule. There was also the action which led us to fight against our own social evils. രണ്ട് രീതിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ആഹ്വാനം എന്ന് പറയുന്നു. ആദ്യത്തേത് എന്തായിരുന്നു? ദ ആക്ഷൻ ഇൻവോൾവ് ഇൻ ചലഞ്ചിങ് ആൻഡ് റെസിസ്റ്റിംഗ് ഫോറിൻ റൂൾ. ആദ്യത്തെ ആഹ്വാനം മറ്റൊന്നുമായിരുന്നില്ല, ടു ചലഞ്ച്, അല്ലേ, വെല്ലുവിളിക്കുക, ആൻഡ് റെസിസ്റ്റ്, എതിർക്കുക. എന്തിനെ? ഫോറിൻ റൂളിനെ. His first call of action was to resist and challenge the foreign rule. And the next, അടുത്തത് എന്തായിരുന്നു? The second one, to fight against our own social evils. നമ്മുടെ തന്നെയായിട്ടുള്ള സാമൂഹ്യ അനീതികൾക്കെതിരെ പോരാടുക. Apart from the fundamental objective of Congress, the freedom of India. അപ്പോൾ നമുക്കറിയാം, നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ what is the fundamental objective, basic aim of Congress, അല്ലേ? കോൺഗ്രസിൻ്റെ അടിസ്ഥാന ലക്ഷ്യം എന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയാവുന്നതാണ് ദ ഫ്രീഡം ഓഫ് ഇന്ത്യ. അതായിരുന്നു. അങ്ങനെ ആ ഒരു ഫ്രീഡം ഓഫ് ഇന്ത്യ ആയിരുന്നു ബേസിക് ആയിട്ടുള്ള ലക്ഷ്യം എങ്കിലും അപ്പാർട്ട് ഫ്രം അതുകൂടാതെ ആൻഡ് ദ മെത്തേഡ് ഓഫ് പീസ്ഫുൾ ആക്ഷൻ, അല്ലേ? എങ്ങനെയാണ് ഫ്രീഡം നേടേണ്ടത്? ദ മെത്തേഡ്, ആ പ്രവർത്തന രീതി എങ്ങനെയായിരിക്കണം? ദ മെത്തേഡ് ഓഫ് പീസ്ഫുൾ ആക്ഷൻ, സമാധാനപൂർവമായിരിക്കണം. ദ പ്രിൻസിപ്പൽ പ്ലാങ്സ് ഓഫ് കോൺഗ്രസ് were national unity, which involved in solution of the minority problems and raising of the depressed classes and ending of the curse of untouchability. സമാധാനമാർഗ്ഗയുള്ള ഇന്ത്യയുടെ സ്വാതന്ത്ര്യം എന്നതിലുപരിയായിട്ട് ദ പ്രിൻസിപ്പൽ പ്ലാങ്സ് എന്ന് വെച്ചാൽ പലക എന്നൊക്കെയാണ് അർത്ഥം, അല്ലേ? ശരിക്ക് ലിറ്ററൽ മീനിങ് പലക എന്നാണ്. ഇവിടെ പോളിസി, നയങ്ങൾ എന്നാണ് പറയുന്നത്. ഇവിടെ കോൺഗ്രസിൻ്റെ മറ്റ് നയങ്ങൾ എന്തായിരുന്നു? ഇന്ത്യയുടെ സ്വാതന്ത്ര്യമല്ലാതെ മറ്റൊരു ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്? നാഷണൽ യൂണിറ്റി, ദേശീയ ഐക്യമാണ്. ആ ദേശീയ ഐക്യത്തിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുന്നത്? വിച്ച് ഇൻവോൾവ് ദ സൊല്യൂഷൻ ഓഫ് മൈനോറിറ്റി പ്രോബ്ലംസ്. അവിടെ ന്യൂനപക്ഷങ്ങളുടെ പ്രശ്നങ്ങൾക്കൊരു സൊല്യൂഷൻ വേണം. ആൻഡ് റൈസിങ് ഓഫ് ഡിപ്രസ് ക്ലാസസ്. റൈസ്, ആരെങ്കിലും ഒരാളെ റൈസ് ചെയ്യുക എന്നാണ് എന്താർത്ഥം? ഉയർത്തുക എന്നാണ്. പാവങ്ങളുടെ, ഡിപ്രസ്ഡ് ക്ലാസസ്, അല്ലേ, അടിച്ചമർത്തപ്പെട്ടവരുടെ ഉദ്ധാരണം, അവരെ കൈപിടിച്ച് കയറ്റുക, അവരുടെ ഉന്നമനം. ഇപ്പോൾ മൈനോറിറ്റി പ്രോബ്ലംസിൻ്റെ സൊല്യൂഷൻ, ഡിപ്രസ് ക്ലാസസിൻ്റെ റൈസിങ്, അതുപോലെ തന്നെ ദ എൻഡിങ് ഓഫ് ദ കേസ് ഓഫ് അൺടച്ചബിലിറ്റി, തൊട്ടുകൂടായ്മ എന്നുള്ള ശാപത്തിൻ്റെ അവസാനം, തൊട്ടുകൂടായ്മ ഇല്ലാതാക്കുക. ഇപ്പോൾ ഈ ഒരു 3 കാര്യങ്ങൾ ഇതുൾക്കൊള്ളുന്ന നാഷണൽ യൂണിറ്റി, അല്ലേ, എല്ലാവർക്കും തുല്യത എന്നുള്ള ആ ഒരു കാഴ്ചപ്പാട്, അതും കൂടി കോൺഗ്രസിൻ്റെ ലക്ഷ്യമായിരുന്നു. Realizing that the main purpose of British rule of fear, prestige, the cooperation of the people and certain classes whose vested interests were centered in British rule, Gandhi attacked these foundations.
Props means supports. Realizing that the main props of British rule were, ബ്രിട്ടീഷ് ഭരണത്തിനെ താങ്ങി നിർത്തുന്നത് എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട്, റിയലൈസ് എന്നുള്ള തിരിച്ചറിയുക എന്നാണ്. റിയലൈസിങ് ദാറ്റ് ദ മെയിൻ പ്രോപ്സ് ഓഫ് ബ്രിട്ടീഷ് റൂൾ വെയർ, എന്തൊക്കെയാണ് ബ്രിട്ടീഷ് റൂളിനെ താങ്ങി നിർത്തുന്നത്? ഫിയർ, ഒന്ന് അവരോടുള്ള ഭയം. പ്രസ്റ്റീജ്, ദാറ്റ് ഈസ് എ ഫീലിംഗ് ഓഫ് പ്രസ്റ്റീജ് ടുവേർഡ്സ് ബ്രിട്ടീഷ് റൂൾ, അവരുടെ ഭരണത്തിൽ എന്തോ ഒരു മഹത്വമുണ്ടെന്നുള്ള ഒരു തോന്നൽ. ദ കോഓപ്പറേഷൻ ഓഫ് ദ പീപ്പിൾ, ബ്രിട്ടീഷുകാരെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതിങ്ങനെ അനുസരിക്കുക, അവരോടുള്ള സഹകരണം. പിന്നെ ആൻഡ് സർട്ടൻ ക്ലാസസ് ഹൂസ് വെസ്റ്റഡ് ഇൻട്രസ്റ്റ് വാസ് സെൻറ്റഡ് ഇൻ ബ്രിട്ടീഷ് റൂൾ, അതുപോലെ തന്നെ ചില ക്ലാസ്, ചില വിഭാഗം ആളുകൾ, അങ്ങനത്തെ ആളുകൾക്ക് എന്തുണ്ട്? ഹൂസ് വെസ്റ്റഡ് ഇൻട്രസ്റ്റ്, അവർക്ക് ചില സ്ഥാപിത താല്പര്യങ്ങളുണ്ട്. സം പേഴ്സണൽ ഇൻട്രസ്റ്റ്സ്. ദോസ് പേഴ്സണൽ ഇൻട്രസ്റ്റ് വാസ് സെൻറ്റഡ് ഇൻ ബ്രിട്ടീഷ് റൂൾ എന്നാണ്. ബ്രിട്ടീഷ് ഭരണം കൊണ്ട് നേട്ടമുണ്ടാക്കുന്ന ചില വിഭാഗങ്ങളുടെ സ്ഥാപിത താല്പര്യങ്ങൾ, അല്ലേ? ബ്രിട്ടീഷ് റൂൾ ഇവിടെ ഉണ്ടെങ്കിലാണ് നേട്ടം എന്ന്, അതിൽ നിന്ന് നേട്ടം കൊയ്യുന്ന ചില സ്ഥാപിത താല്പര്യങ്ങൾ, സ്വാർത്ഥ ചിന്ത ഉള്ളവർ, ഇവരൊക്കെയാണ് ബ്രിട്ടീഷ് റൂളിനെ ഇന്ത്യയിൽ താങ്ങി നിർത്തിയിരുന്നത്. ഗാന്ധി അറ്റാക്ക് ദീസ് ഫൗണ്ടേഷൻസ്, ഗാന്ധിജി ചെയ്തത് ഈ അടിത്തറകളെ അറ്റാക്ക് ചെയ്യുകയായിരുന്നു. Titles were to be given up, and though the title holders responded to this only a small measure, the popular respect for these British given titles disappeared. ഇപ്പോൾ ബ്രിട്ടീഷുകാർ ഓരോരുത്തർക്കും ഓരോ പദവിയൊക്കെ കൊടുക്കുമല്ലേ? സർ എന്നൊക്കെ പദവി കൊടുക്കാറുണ്ട്, പലതരത്തിലുള്ള പദവി കൊടുക്കാറുണ്ട്, ചില ടൈറ്റിൽസ് ഒക്കെ കൊടുക്കാറുണ്ട്. ആ ടൈറ്റിൽസ് എല്ലാം ഒഴിവാക്കേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ and though the title holders responded to this only in small measure, ഏതായാലും ഓൾറെഡി ടൈറ്റിൽ കിട്ടിയ ആളുകൾ, പദവി ലഭിച്ച ആളുകൾ വളരെ കുറച്ച് മാത്രമേ ഇതിനോട് റെസ്പോണ്ട് ചെയ്തുള്ളൂ എങ്കിലും, അതായത് അവർക്ക് കിട്ടിയ ടൈറ്റിലൊന്നും അവരെടുത്ത് കളയാൻ തയ്യാറായില്ല, അല്ലേ? എന്നാലും ദ പോപ്പുലർ റെസ്പെക്ട് ഫോർ ദീസ് ബ്രിട്ടീഷ് ഗിവൻ ടൈറ്റിൽസ് ഡിസപ്പിയർഡ്. ആളുകൾക്കിടയിലൊരു റെസ്പെക്റ്റ് ഉണ്ടായിരുന്നു ഈ ബ്രിട്ടീഷ് ടൈറ്റിൽസിനോട്. ആ ഒരു റെസ്പെക്റ്റ് അതില്ലാതായി, ഡിസപ്പിയർഡ്. ന്യൂ സ്റ്റാൻഡേർഡ്സ് ആൻഡ് വാല്യൂസ് വെർ സെറ്റപ്പ്, പുതിയ സ്റ്റാൻഡേർഡ്സും പുതിയ മാനദണ്ഡങ്ങളും പുതിയ മൂല്യങ്ങളും എല്ലാം സെറ്റപ്പ് ചെയ്യപ്പെട്ടു. ആൻഡ് ദ പോംപ് എന്ന് വെച്ചാൽ ആർഭാടം എന്നാണല്ലേ? പോംപസ് പേഴ്സൺ, ഷോ ഓഫ് കാണിക്കുന്ന ആളുകളെയൊക്കെയാണ്. മാഗ്നിഫിസൻസ്, ലാവിഷ്നെസ് ഒക്കെ കാണിക്കുന്ന ആളുകളാണ് പോംപസ് എന്ന് പറയുക. പോംപ് നൗണാണ്, വേണമെങ്കിൽ പകിട്ട്, മാഗ്നിഫിസൻസ് അല്ലേ, ആർഭാടം എന്നൊക്കെ പറയാം. ആൻഡ് സ്പ്ലെൻഡർ, ഉത്കൃഷ്ടത. ഗ്രാൻഡ് ആൻഡ് ഇംപ്രസീവ് ബ്യൂട്ടി, സ്പ്ലെൻഡർ. ഓഫ് വൈസർഗൽ കോട്ട്, ആർഭാടവും അതുപോലെ തന്നെ ഈ വൈസർഗൽ കോട്ടിൻ്റെ, അതായത് വൈസ്രോയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണല്ലേ. ആ കോർട്ടിൻ്റെ, വൈസർഗൽ കോർട്ടിൻ്റെയും അതുപോലെ തന്നെ പ്രിൻസസ്, രാജകുമാരൻ, ദോസ് ഹു ബിലോങ് ടു റോയൽ ഫാമിലി, അങ്ങനെ അവരുടെയൊക്കെ സ്പ്ലെൻഡർ, അതുപോലെ പോംപ്, അവരുടെ ആർഭാടവും ഉത്കൃഷ്ടതയും എല്ലാം അപ്പിയേർഡ് സുപ്രീംലി റിഡിക്യുലസ്. ഇന്ത്യക്കാരുടെ കണ്ണിൽ അത് വളരെ റിഡിക്യുലസ് ആയിട്ട് ആയിത്തീരുകയാണ്, അല്ലെങ്കിൽ അങ്ങനെ ചിന്തിപ്പിച്ചു ഗാന്ധിജി. റിഡിക്യുലസ് എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? പരിഹാസ്യമായിട്ട്, കണ്ടംച്വസ് അല്ലേ? സുപ്രീംലി റിഡിക്യുലസ്, അങ്ങേയറ്റം പരിഹാസ്യമായിട്ട് ഇതിനെയെല്ലാം ഇന്ത്യക്കാർ കാണാൻ തുടങ്ങി. ഇവിടെ ഒരു ഭാഗത്ത് കഷ്ടപ്പാട് അനുഭവിക്കുന്ന മറ്റുള്ളവർ ആർഭാടവും ഉത്കൃഷ്ടതയും കാണിച്ച് മറ്റുള്ളവർ മുന്നിൽ ഇങ്ങനെ ആളായി നിൽക്കുകയാണ്. അപ്പോൾ അതിനോടൊക്കെയുള്ള ഒരു ജനങ്ങളുടെ അഭിനിവേശം കുറഞ്ഞു വരികയാണ്. റിച്ച് മെൻ വെർ നോട്ട് സോ ആങ്ഷ്യസ് ടു ഫ്ലോൺ ദെയർ റിച്ചസ്, അവിടെയുള്ള ധനികർ, ദേ വെർ നോട്ട് സോ ആങ്ഷ്യസ്, അവരത്ര ഉത്കണ്ഠയൊന്നും കാണിച്ചില്ല. എന്തിന്? ടു ഫ്ലോൺ മീൻസ് ഷോ, എക്സിബിറ്റ് വാനിറ്റി, പുറത്ത് തൻ്റെ ആ സമ്പത്ത് പുറത്ത് കാണിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളെയാണ് ഷോ ഓഫ് എന്ന് പറയില്ലേ, ആ സംഭവം തന്നെ. ഫ്ലോൺ ദെയർ റിച്ചസ്, അവർ സാധാരണക്കാരെ പോലെ ജീവിച്ചു, അല്ലാണ്ട് ആർഭാടങ്ങളൊന്നും കാണിച്ചില്ല, റിച്ച്നെസ് പുറത്ത് കാണിച്ചതൊന്നുമില്ല. ഔട്ട്വേർഡ്ലി അറ്റ്ലീസ്റ്റ്, പുറത്തെങ്കിലും, മെനി ഓഫ് ദം അഡോപ്റ്റഡ് സിംപ്ലർ വേയ്സ്, പലരും സിംപ്ലിസിറ്റി അഡോപ്റ്റ് ചെയ്തു, സിമ്പിളായിട്ടുള്ള ജീവിത രീതി അവർ അഡോപ്റ്റ് ചെയ്തു. ആൻഡ് ഇൻ ദ ഡ്രസ്, വസ്ത്രങ്ങളിൽ, ബിക്കെയിം ഓൾമോസ്റ്റ് ഇൻഡിസ്റ്റിങ്വിഷബിൾ ഫ്രം ഹംബ്ലർ ഫോക്ക്, കോമൺ പീപ്പിൾ. ഇൻഡിസ്റ്റിങ്വിഷബിൾ, നോട്ട് കേപ്പബിൾ ഓഫ് ബീയിങ് ഡിസ്ക്രിമിനേറ്റഡ്, വ്യത്യാസപ്പെടുത്താൻ പറ്റാത്ത, അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ, ദാറ്റ് ഈസ് ഇൻഡിസ്റ്റിങ്വിഷബിൾ. അപ്പോൾ അവരുടെ ഡ്രസ്സ് ഏതാണ്ട് ആരെപ്പോലെ തന്നെയായിരുന്നു, സാധാരണ ജനങ്ങളെ പോലെ തന്നെ അവർ വസ്ത്രം ധരിച്ചു, അല്ലാണ്ട് ആ റിച്ച്നെസ് ഒന്നും പുറത്ത് കാണിച്ചില്ല. He sent us to villages. Gandhiji sent the team, including Nehru, to the villages, and the countryside hummed with the activity of innumerable messengers of the new gospel of action. ആ ഗ്രാമപ്രദേശമാണെങ്കിലോ, it hummed with,
ബിസ് എന്ന് വെച്ചാൽ ബിസി ആക്ടിവിറ്റി അല്ലേ. അപ്പോൾ ആ ഒരു കൺട്രി സൈഡ് നിറയെ ആക്ടിവിറ്റിയുടെ ഒരു ബഹളമായിരുന്നു. ആരാണ് ആ ആക്ടിവിറ്റീസൊക്കെ ചെയ്യുന്നത്? വിത്ത് ദ ആക്ടിവിറ്റി ഓഫ് ഇന്യൂമറബിൾ മെസ്സഞ്ചേഴ്സ്. അവിടെ ഞങ്ങൾ ചെല്ലുമ്പോൾ തന്നെ അസംഖ്യം, ഇന്യൂമറബിൾ, എ ഹ്യൂജ് നമ്പർ ഓഫ് മെസ്സഞ്ചേഴ്സ്, അവിടെ ഒരുപാട് മെസ്സഞ്ചേഴ്സ്, സന്ദേശകർ അവിടെ എത്തിയിട്ടുണ്ട്. ഓഫ് ന്യൂ ഗോസ്പൽ ഓഫ് ആക്ഷൻ. ഗോസ്പൽ സുവിശേഷം എന്നാണ് ശരിക്കുള്ള ലിറ്റററി മീനിങ്. പക്ഷേ ഇവിടെ ഐഡിയൽസ്, ആ ആശയങ്ങളുമായിട്ട്, സന്ദേശവുമായിട്ട്, ഗാന്ധിജിയുടെ ആശയങ്ങളുമായി ഒരുപാട് മെസ്സഞ്ചേഴ്സ് അവിടെ നിറഞ്ഞിരുന്നു. അവരുടെ ആക്ടിവിറ്റീസിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ദ പെസൻറ്റ് വാസ് ഷെയ്ക്കൺ അപ്പ്. അവിടെയുള്ള പാവപ്പെട്ടവർ, കർഷകർ, ദേ വർ ഷെയ്ക്കൺ അപ്പ് അല്ലേ, കുലുക്കി വിളിക്കുക, ഉണർത്തുക, അവൈക്കൻഡ് അല്ലേ. ദ പെസൻറ്റ് വാസ് ഷെയ്ക്കൺ അപ്പ് ആൻഡ് ഹി ബിഗാൻ ടു എമേഴ്ജ് ഫ്രം ഹിസ് ഷെൽ. എന്നുവെച്ചാൽ അവൻ്റേതായിട്ടുള്ള ആ ഒരു ഷെല്ലിൽ നിന്ന് ഉണർന്ന് അവൻ പുറത്തേക്ക് വരാൻ ആരംഭിച്ചിരുന്നു. അവൻ്റെ ചിന്തകൾ ഒന്നുകൂടി വിശാലമായിരിക്കുന്നു. ദ ഇഫക്റ്റ് ഓൺ അസ് വാസ് ഡിഫറെൻറ്റ്. ഗാന്ധിജിയുടെ ടീച്ചിങ്സിൽ ഞങ്ങളിൽ ഉണ്ടാക്കിയ ഇഫക്റ്റ് അതെന്തായിരുന്നു? ഇറ്റ് വാസ് ഡിഫറെൻറ്റ് ബട്ട് ഈക്വലി ഫാർ റീച്ചിങ്. അതുപോലെ തന്നെ ദൂരവ്യാപകവുമായിരുന്നു. ഫാർ റീച്ചിങ് എന്ന് പറഞ്ഞാൽ വൈഡ് സ്പ്രെഡ് അല്ലെങ്കിൽ ഡീപ്പ് അല്ലേ, വളരെ ആഴത്തിൽ അദ്ദേഹത്തിൻ്റെ ടീച്ചിങ്സ് ഞങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്തിരുന്നു. ഫോർ വി സോ, ഞങ്ങൾ കണ്ടു, ഫോർ ദ ഫസ്റ്റ് ടൈം ആസ് ഇറ്റ് വർ, ആദ്യമെന്നോണം അല്ലേ, ആദ്യത്തെ പ്രാവശ്യം എന്ന പോലെ, ദ വില്ലേജർ ഇൻ ദ ഇൻറ്റിമസി ഓഫ് ഹിസ് മഡ് ഹട്ട്. അവിടുത്തെ ഓരോ വില്ലേജേഴ്സിനും അവരുടെ മൺകൂര അല്ലേ, മഡ് ഹട്ടുമായിട്ടൊരു ഇൻറ്റിമസി. ദേ ലവ്ഡ് ദെയർ സ്മോൾ ഹൗസസ് ആൻഡ് വിത്ത് ദ സ്റ്റാർക്ക് ഷാഡോ ഓഫ് ഹങ്കർ. അവരുടെ വീടിനോട് അവർക്ക് മുമ്പുണ്ടായിരുന്ന അവജ്ഞ ഇപ്പോൾ ഇല്ല, അതിനൊരു സ്നേഹം അവർക്ക് തോന്നി തുടങ്ങിയിട്ടുണ്ട്. ആൻഡ് വിത്ത് ദ സ്റ്റാർക്ക് ഷാഡോ, സ്റ്റാർക്ക് എന്ന് വെച്ചാൽ സിവിയർലി സിമ്പിൾ എന്നാണ് ശരിക്കുള്ള അർത്ഥം അല്ലേ, രൂക്ഷമായിട്ടുള്ള. ആൻഡ് വിത്ത് ദ സ്റ്റാർക്ക് ഷാഡോ ഓഫ് ഹങ്കർ ഓൾവേസ് പേഴ്സ്യൂയിങ് ഹിം. അവനെ ഓൾവേസ് പേഴ്സ്യൂയിങ് മീൻസ് ഫോളോയിങ്, അവനെ എപ്പോഴും പിന്തുടർന്നുകൊണ്ടിരിക്കുന്ന ആ വിശപ്പെന്ന ക്രൂരമായ നിഴൽ, രൂക്ഷമായിട്ടുള്ള ആ നിഴൽ, പട്ടിണിയിലായിരുന്നെങ്കിലും അവൻ്റെ മൺകൂരയോട് ആ വില്ലേജേഴ്സിന് അടുപ്പം തോന്നിയിരുന്നു. അതെന്തുകൊണ്ടാണ്? ആദ്യം തൻ്റെ സിമ്പിളായിട്ടുള്ള ലൈഫിനോട് ഒരുതരം അവജ്ഞയായിരുന്നു, പുച്ഛമായിരുന്നു. ലാവിഷ്നെസ്സിനോട് അവർക്ക് എന്തോ ഒരു മമത അല്ലെ, ഒരു അടിമത്ത ഭാവം അവർക്കുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. ദേ ബിഗാൻ ടു ലവ് ദെയർ ഓൺ മഡ് ഹട്ട് ഈവൻ ദോ ദേ ആർ ഡിപ്രൈവ്ഡ് ഓഫ് പ്രോപ്പർ ഫുഡ് ആൻഡ് ഷെൽട്ടർ. വി ലേൺഡ് our Indian economics more from these visits than from books and learned discourses. അവിടെയുള്ള ടീം, അവിടെ എത്തിയ നെഹ്റു അടങ്ങുന്ന ടീം, വി ലേൺഡ്, ഞങ്ങൾ പഠിച്ചു എന്ത്? അവർ ഇന്ത്യൻ ഇക്കണോമിക്സ്, ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രം, മോർ ഫ്രം ദീസ് വിസിറ്റ്സ്, ഈ സന്ദർശനങ്ങളിൽ നിന്നാണ് രാജ്യത്തിൻ്റെ സാമ്പത്തിക അവസ്ഥയെക്കുറിച്ച് കൂടുതൽ പഠിക്കാനിടയായത്. ഏതിനേക്കാൾ? ദാൻ ഫ്രം ബുക്സ് ആൻഡ് ലേൺഡ് ഡിസ്കോഴ്സസ്, പുസ്തകങ്ങളിൽ നിന്നും അതുപോലെ തന്നെ ലേൺഡ് ഡിസ്കോഴ്സസ്. ലേൺഡ് ഡിസ്കോഴ്സസ് എന്ന് പറഞ്ഞാൽ എസ്റ്റാബ്ലിഷ്ഡ് ബൈ കണ്ടീഷനിങ് അല്ലേ, എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലേണിങ്. എന്തെങ്കിലും ഒരു കാര്യം പഠിച്ചിങ്ങനെ പറയണതിനെ അവനവൻ്റെ അനുഭവത്തിൽ നിന്ന് പറയണതല്ല, പുസ്തകത്തിൽ നിന്നൊക്കെ പഠിച്ച് അവിടെ നിന്നൊക്കെ കേട്ട് പറയണതാണ് ലേൺഡ് ഡിസ്കോഴ്സസ്. ഇപ്പോൾ പുസ്തകങ്ങളിൽ നിന്നും ലേൺഡ് ഡിസ്കോഴ്സസിൽ നിന്നും കിട്ടുന്നതിനേക്കാൾ കൂടുതൽ ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രത്തെക്കുറിച്ചുള്ള അറിവ് ഈ ഒരു വിസിറ്റുകളിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടി എന്നാണ്. The emotional experience we had already undergone was emphasized and confirmed, and henceforward there could be no going back for us to our old life or our old standards. അങ്ങനെ ഞങ്ങൾക്കുണ്ടായ ആ ഒരു ഇമോഷണൽ എക്സ്പീരിയൻസ്, ഞങ്ങൾക്ക് ഓൾറെഡി ഉണ്ടായിട്ടുള്ള, ഞങ്ങൾ കടന്നുപോയ ഇമോഷണൽ എക്സ്പീരിയൻസ് അല്ലേ, അത് എംഫസൈസ് ചെയ്യപ്പെട്ടു, അതൊന്നുകൂടി ഊട്ടി ഉറപ്പിക്കപ്പെട്ടു. അത് ഇമോഷണൽ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് the mental training, the emotional training that they got from the teachings of Gandhiji. ആ ഗാന്ധിജിയുടെ പാഠങ്ങളെല്ലാം ഞങ്ങളുടെ മനസ്സിൽ ഊട്ടി ഉറപ്പിക്കപ്പെട്ടു ഒന്നുകൂടി. ആൻഡ് ഹെൻസ്ഫോർത്ത് എന്നാൽ ഇനി അങ്ങോട്ട് അല്ലേ, ഇവിടുന്ന് അങ്ങോട്ട് there could be no going back for us, ഞങ്ങൾക്കിനി ഒരു പിന്നോട്ട് പോക്കില്ല. എങ്ങോട്ടുള്ള പോക്കാണ്? ഗോയിങ് ബാക്ക് ഫോർ us to our old life or our old standards, ഞങ്ങളുടെ പഴയ ജീവിതത്തിലേക്ക്, പഴയ സ്റ്റാൻഡേർഡ്സിലേക്ക് അല്ലേ, മുമ്പുണ്ടായിരുന്ന ജീവിത രീതിയിലേക്ക് ഒരു തിരിച്ചു പോക്ക് ഇനി അങ്ങോട്ട് സാധ്യമല്ല. What was the idea of India which he was setting out to mold according to his own wishes and ideals? ഒരു ചോദ്യമാണ്. What was the idea of India? ഇന്ത്യ എന്ന ആശയം എന്തായിരുന്നു? Which he was setting out.
സെറ്റിംഗ് ഔട്ട് മീൻസ് സെറ്റ് ഔട്ട് ഒരു ഫ്രേസൽ വെർബാണ്. ബിഗിൻ എന്നർത്ഥം വരുന്ന തുടക്കം കുറിക്കുക എന്നർത്ഥം വരുന്ന ഒരു ഫ്രേസൽ വെർബാണ് സെറ്റ് ഔട്ട്. ടു മൗൾഡ്, മൗൾഡ് മീൻസ് ടു ഷേപ്പ് according to his own wishes and ideals. So what was the idea of Gandhiji to mold India in accordance with his wishes? തൻ്റെ ആഗ്രഹങ്ങളും അതുപോലെ തൻ്റെ മൂല്യങ്ങളും അനുസരിച്ച് അദ്ദേഹം തുടക്കം കുറിച്ച ഇന്ത്യ എന്ന ആശയം എന്തായിരുന്നു, എങ്ങനെയായിരുന്നു? ഗാന്ധിജിയുടെ തന്നെയായിട്ടുള്ള വാക്കുകളിൽ ഇനി അങ്ങോട്ട് പറയുകയാണ്. എങ്ങനെയായിരിക്കണം ഇന്ത്യ? ഗാന്ധിജി പറയുന്നു, I shall work for an India in which the poorest shall feel that it is their country. ഗാന്ധിജിയുടെ അഭിപ്രായത്തിൽ ഗാന്ധിജി വർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ഹി ഷോൾ വർക്ക് ഫോർ എൻ ഇന്ത്യ ഇൻ വിച്ച് ദ പൂവറസ്റ്റ്, ഏറ്റവും പാവപ്പെട്ടവനും എന്ത് തോന്നണം? മസ്റ്റ് ഫീൽ ദാറ്റ് ഇറ്റ് ഈസ് ദയർ കൺട്രി, ഇന്ത്യ അവരുടെ രാജ്യമാണെന്ന് അവർക്ക് തോന്നണം. ഇൻ ഹൂസ് മേക്കിംഗ് ദേ ഹാവ് ആൻ ഇഫക്റ്റീവ് വോയിസ്. ഇൻ ഹൂസ് മേക്കിംഗ് മീൻസ് ഇൻ ദ മേക്കിംഗ് ഓഫ് ദ കൺട്രി, ഇൻ ദ മേക്കിംഗ് ഓഫ് എ ന്യൂ ഇന്ത്യ. ദേ ഹാവ് മീൻസ് ദ പൂവറസ്റ്റ് ഓൾസോ ഷുഡ് ഹാവ്, അല്ലേ? പാവപ്പെട്ടവന് പോലും വേണം എന്ത്? ആൻ ഇഫക്റ്റീവ് വോയിസ്, അവരുടേതായിട്ടുള്ള ശബ്ദം അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ളൊരു പാർട്ട് അവരും പ്ലേ ചെയ്യണം. ആൻ ഇന്ത്യ ഇൻ വിച്ച് ദർ ഷോൾ ബി നോ ഹൈ ക്ലാസ് ആൻഡ് ലോ ക്ലാസ് ഓഫ് പീപ്പിൾ. ആൻ ഇന്ത്യ ഇൻ വിച്ച് ഓൾ കമ്മ്യൂണിറ്റീസ് ഷോൾ ലീവ് ഇൻ പെർഫെക്റ്റ് ഹാർമണി. ഇന്ത്യയിൽ അങ്ങനെ ഹൈ ക്ലാസ് ലോ ക്ലാസ് ഡിവിഷനൊന്നും പാടില്ല. അതുപോലെ തന്നെ ഇന്ത്യ ഇൻ വിച്ച് ഓൾ കമ്മ്യൂണിറ്റീസ്, എല്ലാ വിഭാഗങ്ങളും ഷോൾ ലിവ് ഇൻ പെർഫെക്റ്റ് ഹാർമണി, സൗഹാർദ്ദപരമായിട്ട് ജീവിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകണം. ദർ ക്യാൻ ബി നോ റൂം ഇൻ സച്ച് ആൻ ഇന്ത്യ, അവിടെ ഉണ്ടാകരുത്. ദർ ക്യാൻ ബി നോ സ്പേസ്. റൂം എന്നുള്ളത് സ്പേസ് എന്നർത്ഥമുണ്ട്, അല്ലെങ്കിൽ ചാൻസ് എന്നർത്ഥമുണ്ട്. ഇന്ത്യയിൽ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിക്കൂടാ. ഇൻ സച്ച് ആൻ ഇന്ത്യ ഫോർ ദ കേഴ്സ് ഓഫ് അൺടച്ചബിലിറ്റി ഓർ ദ കേഴ്സ് ഓഫ് ഇൻടോക്സിക്കേറ്റിംഗ് ഡ്രിങ്ക്സ് ആൻഡ് ഡ്രഗ്സ്. തൊട്ടുകൂടായ്മ എന്ന ശാപത്തിന്, അതുപോലെ ഇൻടോക്സിക്കേറ്റിംഗ് നമ്മുടെ ബോധത്തെ മന്ദീഭവിപ്പിക്കുന്ന ഡ്രിങ്ക്സ് ആൻഡ് ഡ്രഗ്സ്, അല്ലേ? മദ്യവും അതുപോലെ മയക്കുമരുന്നുമെല്ലാം, അതിൻ്റെ എല്ലാം ശാപം, ഇൻടച്ചബിലിറ്റിയുടെ ശാപം, ഇതിനൊന്നും സ്ഥലമില്ലാത്ത, ഇതിനൊന്നും ചാൻസ് ഇല്ലാത്ത ഒരു ഇന്ത്യ. പിന്നെയോ, വിമൻ വിൽ എൻജോയ് ദ സെയിം റൈറ്റ് ആസ് മെൻ. സോ ഈക്വൽ റൈറ്റ് ഫോർ മെൻ ആൻഡ് വുമൻ, ജെൻഡർ ഇക്വാലിറ്റി. ദിസ് ഈസ് ദ ഇന്ത്യ ഓഫ് മൈ ഡ്രീംസ്. ഗാന്ധിജി പറഞ്ഞിരുന്നു, ഇതാണ് എൻ്റെ സ്വപ്നങ്ങളിലെ ഇന്ത്യ എന്ന്. പ്രൗഡ് ഓഫ് ഹിസ് ഹിന്ദു ഇൻഹെറിറ്റൻസ് ആസ് ഹി വാസ്. തൻ്റെ ഹിന്ദു പാരമ്പര്യത്തിൽ അഭിമാനം കൊള്ളുകയും, അല്ലേ? പ്രൗഡ് ഓഫ് ഹിസ് ഹിന്ദു ഇൻഹെറിറ്റൻസ് എന്ന് പറഞ്ഞാൽ പാരമ്പര്യം എന്നാണ്, പൈതൃകം. ആസ് ഹി വാസ്, ഹി ട്രൈ ടു ഗീവ് ടു ഹിന്ദുയിസം എ കൈൻഡ് ഓഫ് യൂണിവേഴ്സൽ അറ്റയർ. അദ്ദേഹം ഹിന്ദുയിസത്തിന് കൊടുക്കാൻ ശ്രമിച്ചു ഒരു സാർവത്രികമായിട്ടുള്ളൊരു ലുക്ക്, അല്ലേ? ഒരു സാർവത്രിക മാനം, പരിവേഷം ഹിന്ദുയിസത്തിന് കൊടുക്കാൻ അദ്ദേഹം അത്യന്തം ശ്രമിച്ചു. ആൻഡ് ഇൻക്ലൂഡഡ് ഓൾ റിലീജിയൻസ് വിത്തിൻ ദ ഫോൾഡ് ഓഫ് ട്രൂത്ത്. അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ മതങ്ങളും സത്യത്തെ ഉൾക്കൊള്ളുന്നതായിരിക്കണം. സത്യം എന്നുള്ള ആ ഒരു മടക്കിൽ, ആ ഒരു ഫോൾഡിൽ എല്ലാ റിലീജിയൻസും ഉൾക്കൊള്ളണം എന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. ഹി റെഫ്യൂസ് ടു നാരോ ഹിസ് കൾച്ചറൽ ഇൻഹെറിറ്റൻസ്. എന്തൊക്കെയായാലും നാരോ മീൻസ് റെഡ്യൂസ്, കുറയ്ക്കുക. അദ്ദേഹത്തിൻ്റെ സാംസ്കാരിക പൈതൃകം, സാംസ്കാരിക പാരമ്പര്യം, അതിനെ റെഡ്യൂസ് ചെയ്യാൻ അദ്ദേഹം തയ്യാറായില്ല. തൻ്റേതായ സംസ്കാരത്തെ വിട്ടുകളിക്കാൻ അദ്ദേഹം തയ്യാറായില്ല. അദ്ദേഹം പറഞ്ഞു, ഇൻവെർട്ടർ കോമയുടെ ഉള്ളിൽ കാണാം, അദ്ദേഹം എഴുതിയത് ഇങ്ങനെയാണ് ഗാന്ധിജി: ഇന്ത്യൻ കൾച്ചർ ഈസ് നീദർ ഹിന്ദു, ഇസ്ലാമിക് നോർ എനി അതർ ഹോളി. ഇപ്പോൾ ഇന്ത്യൻ സംസ്കാരം എന്ന് പറയുന്നത് എന്തല്ല, നീദർ ഹിന്ദു, ഇസ്ലാമിക് നോർ എനി അതർ. ഹിന്ദുയിസമോ ഇസ്ലാമിക് കൾച്ചറോ ഒന്നുമല്ല, അല്ലേ? കംപ്ലീറ്റ് ആയിട്ട് ഇതൊന്നുമല്ല. ഇറ്റ്സ് എ ഫ്യൂഷൻ, ഇറ്റ്സ് എൻ അമൽഗം ഓഫ് ഓൾ. എല്ലാത്തിൻ്റെയും ഒരു മിക്സ്ചറാണ് ഇന്ത്യൻ കൾച്ചർ എന്ന് പറയുന്നത്. ഇവിടെ എല്ലാമുണ്ട്. Again he said, I want the culture of all lands to be blown about my house as freely as possible. അദ്ദേഹം വീണ്ടും പറയുകയാണ്, I want the culture of all lands. അദ്ദേഹത്തിൻ്റെ ആഗ്രഹം, എല്ലാ സംസ്കാരവും ഇവിടെ വേണം. The culture of all lands to be blown about, fly around. അല്ലേ? എല്ലാ സംസ്കാരവും ഇവിടെ ഇങ്ങനെ പാറിക്കളിക്കണം. മൈ ഹൗസ്, എൻ്റെ വീട്ടിൽ, ആസ് ഫ്രീലി ആസ് പോസിബിൾ. So, in India, each and every religion, all the community shall equally be treated. എല്ലാവരെയും ഒരുപോലെ, എല്ലാ സംസ്കാരത്തെയും എല്ലാ മതങ്ങളെയും ഒരുപോലെ കാണണം ഇന്ത്യയിൽ. But I refuse to be blown off my feet anyway. ഞാൻ തുടച്ചു നീക്കപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല. ബ്ലോ ഓഫ്, ഒരു എക്സ്പ്ലോസീവോ ആയുധമോ മറ്റോ കാരണമായിട്ട് നമ്മുടെ ശരീരഭാഗം എന്തെങ്കിലും നഷ്ടപ്പെടുകയാണെങ്കിൽ
അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംഭവം ഡിസ്കണക്റ്റ് ആവുകയാണെങ്കിൽ ബ്ലോ ഓഫ് എന്ന് പറയാം. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഹിസ് ലെഗ് വാസ് ബ്ലോൺ ഓഫ് ഇൻ എ ബോംബ് എക്സ്പ്ലോഷൻ. ബോംബ് സ്ഫോടനത്തിൽ അവൻ്റെ കാല് നഷ്ടപ്പെട്ടു. ഇവിടെ എന്താണ്, ഇവിടെ അദ്ദേഹത്തിൻ്റെ ചുവട് തുടച്ചു നീക്കപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല. എന്ന് വെച്ചാൽ അദ്ദേഹം ഏതെങ്കിലും ഒരു കൾച്ചറിനാൽ ബൈ എനി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ബൈ എനി മീൻസ് ബൈ എനി കൾച്ചർ. ഹി ഡസൻറ്റ് വാണ്ട് ടു ബി ടേക്കൺ ബൈ എനി കൾച്ചർ. ഐ റെഫ്യൂസ് ടു ലിവ് ഇൻ അതർ പീപ്പിൾസ് ഹൗസസ് ആസ് ആൻ ഇൻ്റർലോപ്പർ, എ ബെഗർ ഓർ എ സ്ലേവ്. എനിക്കതിന് ആഗ്രഹമില്ല ടു ലീവ് ഇൻ അതർ പീപ്പിൾസ് ഹൗസസ്, മറ്റുള്ളവരുടെ വീട്ടിൽ താമസിക്കാൻ. എങ്ങനെ താമസിക്കാൻ? ആസ് ആൻ ഇൻ്റർലോപ്പർ. ഇൻ്റർലോപ്പർ മീൻസ് ഇൻട്രൂഡർ, ഒരു നുഴഞ്ഞുകയറ്റക്കാരനായിട്ട്. എ ബെഗർ, ഒരു യാചകനായി, അല്ലെങ്കിൽ ഒരു സ്ലേവ്, അടിമയായിട്ട് മറ്റൊരാളുടെ വീട്ടിൽ കടന്നുകൂടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇൻഫ്ലുവൻസ്ഡ് ബൈ മോഡേൺ തോട്ട് കറൻസ്, he never let go of his roots and clung to them tenaciously. Influenced by modern thought currents, അദ്ദേഹം ആധുനിക ചിന്താസരണികളാൽ സ്വാധീനിക്കപ്പെട്ടാലും he never let go of his roots. Let go of എന്ന് വെച്ചാൽ കൈവിടുക എന്നാണ് അർത്ഥം. സ്റ്റോപ്പ് ഹോൾഡിങ് സംതിങ്. അല്ലേ? he never let go of, അദ്ദേഹം ഒരിക്കലും കൈവിടാൻ തയ്യാറായില്ല. എന്ത്? his roots, അദ്ദേഹത്തിൻ്റെ വേരുകൾ. and clung to them tenaciously. clung to means hold very tightly. എന്തെങ്കിലും ഒരു കാര്യം മുറുകെ പിടിക്കുക, ഒന്നിൽ ഉറച്ചു നിൽക്കുന്നതിനെയാണ് to cling to them tenaciously എന്ന് പറഞ്ഞാലും എന്താണ്? unwilling to give up, കൈവിടാതിരിക്കുക, ഉറച്ചു പിടിക്കുക, അല്ലേ? ഒരു നിശ്ചയദാർഢ്യത്തോടെ നിൽക്കുക. അങ്ങനെ അദ്ദേഹം ഒരിക്കലും ആധുനിക ചിന്താസരണികളാൽ സ്വാധീനിക്കപ്പെട്ടാലും തൻ്റെ വേരുകളിൽ നിന്ന് പറിച്ച് നടപ്പെടാൻ അദ്ദേഹം ആഗ്രഹിച്ചില്ല. തൻ്റെ വേരുകളെ കൈവെടിയാൻ അദ്ദേഹം ആഗ്രഹിച്ചില്ല. അതിൽ അദ്ദേഹം അടിയുറച്ചു നിന്നു എന്നാണ്. ഇറ്റ്സ് നോട്ട് സർപ്രൈസിങ് ദാറ്റ്, ഇതൊരിക്കലും അത്ഭുതമുള്ള ഒരു കാര്യമല്ല. എന്ത് എന്ന് പറയുന്നു? എന്താണ് അത്ഭുതമല്ലാത്ത കാര്യം? ദാറ്റ് ഈസ് അസ്റ്റോണിഷിംഗ്ലി വൈറ്റൽ മാൻ, വണ്ടർഫുള്ളി എനർജറ്റിക് പേഴ്സൺ. ഈ ഒരു അത്ഭുതാവഹമായ ഊർജ്ജസ്വലനായ ഈ മനുഷ്യൻ, അദ്ദേഹം എങ്ങനെയുള്ളതാണ്? ഫുൾ ഓഫ് സെൽഫ് കോൺഫിഡൻസ്, അല്ലേ? ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ടുള്ള, അതുപോലെ തന്നെ അൺയൂഷ്വൽ കൈൻഡ് ഓഫ് പവർ, അസാധാരണ ശക്തിയുള്ള ഒരു മനുഷ്യൻ. സ്റ്റാൻഡിങ് ഫോർ ഈക്വാലിറ്റി ആൻഡ് ഫ്രീഡം ഫോർ ഈച്ച് ഇൻഡിവിജ്വൽ, ഓരോരുത്തരുടെയും സ്വാതന്ത്ര്യത്തിന് വേണ്ടിയും തുല്യതയ്ക്ക് വേണ്ടിയും നിലകൊള്ളുന്ന ഒരു മനുഷ്യൻ. അങ്ങനെയുള്ള ഒരാൾ. ഫാസിനേറ്റഡ് ദ മാസസ് ഓഫ് ഇന്ത്യ. ഫാസിനേറ്റഡ് മീൻസ് അട്രാക്റ്റഡ്, അല്ലേ? സ്വാധീനിക്കുക, അല്ലെങ്കിൽ എല്ലാവരെയും ആകർഷിക്കുക. ദ മാസസ് ഓഫ് ഇന്ത്യ മീൻസ് പീപ്പിൾ ഓഫ് ഇന്ത്യ. ഇന്ത്യൻ ജനതയെ അങ്ങേയറ്റം അദ്ദേഹം ആകർഷിച്ചു എന്ന് പറയുന്നത്. ആൻഡ് അട്രാക്റ്റഡ് ദം ലൈക്ക് എ മാഗ്നറ്റ്, ഒരു കാന്തത്തെ പോലെ എല്ലാവരെയും ആകർഷിച്ചു എന്ന് പറയുന്നത് ഒരിക്കലും അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമല്ല. സമത്വത്തിനും സ്വാതന്ത്ര്യത്തിനും വേണ്ടി നിലകൊള്ളുന്ന മാൻ ഓഫ് എനർജി, ദിസ് എനർജറ്റിക് മാൻ, എല്ലാവരെയും ഒരു കാന്തം പോലെ ആകർഷിച്ചു എന്ന് പറയുന്നതിൽ അത്ഭുതമില്ല. ഹീ സീം ടു ദം, അദ്ദേഹം കാണപ്പെട്ടു, അല്ലേ? സീം ടു ദം എന്നാണ്. ദാറ്റ് ഈസ് ഇന്ത്യൻ പീപ്പിൾ സോ ഹിം, ജനങ്ങൾ അദ്ദേഹത്തെ കണ്ടു. എങ്ങനെ? ടു ലിങ്ക് അപ്പ് ദ പാസ്റ്റ് വിത്ത് ദ ഫ്യൂച്ചർ ആൻഡ് ടു മേക്ക് ദ ഡിസ്മൽ പ്രസൻറ്റ് അപ്പിയർ ജസ്റ്റ് എ സ്റ്റെപ്പിംഗ് സ്റ്റോൺ ടു ദാറ്റ് ഫ്യൂച്ചർ ഓഫ് ലൈഫ് ആൻഡ് ഹോപ്പ്. പീപ്പിൾ സോ ഹിം ആസ് എ ലിങ്ക് ഓഫ് പാസ്റ്റ് വിത്ത് ഫ്യൂച്ചർ. കഴിഞ്ഞുപോയ കാലത്തെ, ഭൂതകാലത്തെ ഭാവി കാലവുമായിട്ട് ബന്ധിക്കുന്ന ഒരു കണ്ണിയായിട്ട് ജനങ്ങൾ അദ്ദേഹത്തെ കണ്ടു. ആൻഡ് ടു മേക്ക് ദ ഡിസ്മൽ പ്രസൻറ്റ്, അദ്ദേഹം എന്ത് ചെയ്യുകയായിരുന്നു? ഇപ്പോഴുള്ള ഡിസ്മൽ മീൻസ് ഗ്ലൂമി, ബാഡായിട്ടുള്ള ഈ കാലം, അല്ലേ? ഈ പ്രസൻറ്റ്, ഇപ്പോഴുള്ള ഈ ദുരവസ്ഥ, അപ്പിയർ ജസ്റ്റ് ആസ് എ സ്റ്റെപ്പിംഗ് സ്റ്റോൺ ടു ദാറ്റ് ഫ്യൂച്ചർ ഓഫ് ലൈഫ് ആൻഡ് ഹോപ്പ്. ഇപ്പോഴുള്ള ദുരവസ്ഥ ഭാവി ജീവിതത്തിലേക്കും പ്രതീക്ഷയിലേക്കുമുള്ള ചവിട്ടുപടികളായിട്ട് അവർക്ക് തോന്നിപ്പിക്കാൻ ഗാന്ധിജിക്ക് കഴിഞ്ഞു. ഇപ്പോഴത്തെ ദുരവസ്ഥ എന്ന് പറയുന്നത് ടെമ്പററിയാണ്. ദിസ് ഡിസ്മൽ സ്റ്റേറ്റ് ഈസ് പ്യുവർലി ടെമ്പററി ആൻഡ് ദാറ്റ് വിൽ ബി ദ സ്റ്റെപ്പിംഗ് സ്റ്റോൺ ടു ദ ബ്രൈറ്റ് ഫ്യൂച്ചർ എന്ന് ഇന്ത്യയിലെ ജനങ്ങൾക്ക് അദ്ദേഹം തോന്നിപ്പിച്ചു. Thus he effected a vast psychological revolution not only among those who followed his lead but also among his opponents and those many neutrals who could not make up their minds what to think and what to do. Thus, അങ്ങനെ he effected means caused for, അദ്ദേഹം കാരണഭൂതനായി
എന്തിനുള്ള കാരണമായി? എ വാസ്റ്റ് സൈക്കോളജിക്കൽ റവല്യൂഷൻ, വലിയൊരു മനഃശാസ്ത്ര വിപ്ലവത്തിന് അദ്ദേഹം കാരണമായി. ആർക്കെല്ലാം? നോട്ട് ഓൺലി എമംഗ് ദോസ് ഹു ഫോളോഡ് ഹിസ് ലീഡ്, അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തെ അംഗീകരിക്കുന്നവരെ മാത്രമല്ല അദ്ദേഹം സ്വാധീനിച്ചത്, മറിച്ച് ബട്ട് ഓൾസോ എമംഗ് ദ ഒപ്പണൻസ്, അതിൽ അദ്ദേഹത്തിൻ്റെ എതിരാളികൾക്കിടയിലും, ആൻഡ് ദോസ് മെനി ന്യൂട്രൽസ്, നിഷ്പക്ഷമതികൾ, അതിനുള്ള ന്യൂട്രൽസ് എന്ന് പറയാം, നിഷ്പക്ഷമതികൾക്ക് ഇടയിലും. നിഷ്പക്ഷമതികൾ എങ്ങനെയായിരുന്നു? ഹു കുഡ് നോട്ട് മേക്ക് അപ്പ് ദെയർ മൈൻഡ്സ് വാട്ട് ടു തിങ്ക് ആൻഡ് വാട്ട് ടു ഡു, എന്ത് ചിന്തിക്കണം എന്ത് ചെയ്യണം എന്നറിയാത്ത നിഷ്പക്ഷവാദികൾക്കും, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഓപ്പണൻസിനും, പിന്നെ സംശയലേശമന്യേ അദ്ദേഹത്തിനെ ഫോളോ ചെയ്യുന്ന ആളുകൾക്കും വലിയൊരു മനഃശാസ്ത്ര വിപ്ലവം സംജാതമാക്കാൻ നമ്മുടെ ഗാന്ധിജിക്ക് സാധിച്ചു. എല്ലാവരെയും സ്വാധീനിക്കാൻ, എല്ലാ തരത്തിലുള്ള ആളുകളെയും മാനസികമായി സ്വാധീനിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. So this is all about this chapter, an excerpt from Jawaharlal Nehru's The Discovery of India. Okay, we shall meet with the exercises of this chapter. Until then, goodbye.